Hi everyone and welcome to my channel. My name is Vinayak PG and this is PG Creation. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സിലെ ഹെഡ്ര ഷേപ്പിനെ കുറിച്ചാണ്. അതിനായി കോമൺ പാനലിൽ പ്ലസ് ഐക്കൺ കാണാം. ക്രിയേറ്റ് എന്നതാണ് ഇതിന്റെ അർത്ഥം. ക്രിയേറ്റ് ഷേപ്പ്. അതിന് തൊട്ട് താഴെ ജോമെട്രി എന്ന് കാണാം. അതിന് തൊട്ട് താഴെ സ്റ്റാൻഡേർഡ് പ്രിമിറ്റീവ്സ് എന്നാണ് ഡീഫോൾട്ട് ആയിട്ട് നമുക്ക് കാണുന്നത്. അത് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം എക്സ്റ്റെൻഡഡ് പ്രിമിറ്റീവ്സ് രണ്ടാമത്തെ ഓപ്ഷൻ ജസ്റ്റ് സെലക്ട് ചെയ്യുക. അതിനുശേഷം ഹെഡ്ര ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് മൗസ് ഒന്ന് ഡ്രാഗ് ചെയ്ത് വരച്ചെടുക്കുക. ഇതാണ് നമുക്ക് ഡീഫോൾട്ട് ആയിട്ട് കിട്ടുന്ന ഷേപ്പ്. നമുക്ക് മോഡിഫൈ ചെയ്യണമെങ്കിൽ പ്ലസ് ഐക്കണ് റൈറ്റ് സൈഡിലുള്ള മോഡിഫൈ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ നമ്മൾ ഒബ്ജക്റ്റ് സെലക്ട് ചെയ്തത് കൊണ്ട് മാത്രമാണ് ഇവിടെ ഹെഡ്ര എന്ന ഷേപ്പ് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഔട്ട് സൈഡിൽ ക്ലിക്ക് ചെയ്തു വിചാരിക്കുക. നമ്മൾ ഒറ്റ ഒബ്ജക്റ്റും സെലക്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ടാണ് മോഡിഫൈ ലിസ്റ്റിൽ നമുക്ക് ഒറ്റ ഒബ്ജക്റ്റും കാണാത്തത്. നമ്മൾ ആ ഒബ്ജക്റ്റ് ഒന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഹെഡ്ര എന്ന ഷേപ്പ് കാണാം. ഇവിടെ ഹെഡ്ര എന്ന ഷേപ്പിൽ തന്നെ വീണ്ടും നമുക്കൊരു 5 ഫാമിലി ഉണ്ട്. അതിൽ ടെട്ര എന്ന ഷേപ്പിൽ നമ്മൾ വരയ്ക്കുമ്പോൾ 4 ഫേസ് ആണ് ടോപ്പിലും അതേപോലെ താഴെയും കൂടിയിട്ട് ചേർന്നിട്ടുള്ളത്. അതിൽ തന്നെ ഫാമിലി പാരാമീറ്റേഴ്സ് ഉണ്ട്. 4 ഫേസ് ആണ് നമുക്കുള്ളത്. ഫാമിലി പാരാമീറ്റേഴ്സിൽ പി വാല്യൂ ജസ്റ്റ് ഞാൻ കൂട്ടി കൊടുത്ത് വരയ്ക്കുക. പി വാല്യൂ കൂട്ടുന്നതനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. മാക്സിമം വാല്യൂ നമുക്ക് P1 വരെ കൂട്ടി കൊടുക്കാൻ പറ്റും. അതേപോലെ 0 ആക്കാനും പറ്റും. ഇപ്പോൾ പി വാല്യൂ 1 ആക്കിയപ്പോൾ ഒരു 4 ഫേസുള്ള ഒരു ഷേപ്പാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി ക്യൂ വാല്യൂ ആണ് മാറ്റുന്നതായിരിക്കുക. ക്യൂ വാല്യൂ കണ്ട മാറുന്നതനുസരിച്ച് പി വാല്യൂ കുറഞ്ഞു തുടങ്ങി കണ്ട. ഇപ്പോൾ ക്യൂ വാല്യൂ 1 ആക്കുമ്പോഴും 4 ഫേസുള്ള ഷേപ്പിനെ കിട്ടുന്നത്. പക്ഷെ ഒന്ന് റീഅറേഞ്ച് ആയി. അതായത് പി വാല്യൂ 1 ഉള്ള ഷേപ്പ് അല്ല. പി വാല്യൂ 1 ആകുമ്പോഴും 4 ഫേസ് തന്നെ ഉള്ളത്. പക്ഷെ ഒന്ന് റീഅറേഞ്ച് ആയിട്ടുള്ള ഷേപ്പാണ് കിട്ടുക. ക്യൂ 1 ആകുമ്പോഴുള്ള ആ ഷേപ്പ് അല്ല, ഒന്ന് വ്യത്യാസം വരും. ഈ ക്യൂബ് എന്ന ഷേപ്പാണ് ക്ലിക്ക് ചെയ്യുന്നത് വിചാരിക്കുക. അപ്പോൾ പി വാല്യൂ ഡീഫോൾട്ട് ആയിട്ട് കിട്ടുക 0 ആയിരിക്കും. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഈ ആരോടെ അവിടെ റൈറ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് 0 ആക്കാൻ പറ്റും. ഇതാണ് നമുക്ക് ആദ്യം കിട്ടുന്ന ഷേപ്പ്. ക്യൂബ് പറഞ്ഞ 4, ഒക്ട പറഞ്ഞ 6. ഇങ്ങനെയായിരിക്കും ഷേപ്പ് കിട്ടുക. ഈ ക്യൂബ് നാക്കണമെങ്കിൽ ഈ പിയുടെ അവിടെ വാല്യൂ മാറ്റിയിട്ട് ഒന്ന് 1 ആക്കി കൊടുക്കുക. കണ്ടോ, 1 ആക്കുമ്പോൾ ക്യൂബ് കിട്ടും. പിയുടെ അവിടെ ക്യൂബ് 1 ആക്കല്ല, ക്യൂയുടെ അവിടെ നമ്മൾ 1 ആക്കി കൊടുക്കുക. ക്യൂയുടെ അവിടെ 1 ആക്കി കൊടുക്കുമ്പോൾ കറക്റ്റ് ക്യൂബ് കിട്ടും. പിയുടെ അവിടെ 1 ആക്കി കൊടുക്കുമ്പോൾ ക്യൂബ് അല്ല കിട്ടുന്നത്, വേറെ ഷേപ്പാണ് നമുക്ക് കിട്ടുന്നത്. കണ്ടോ, ക്യൂടെ അവിടെ 1 കൊടുക്കുമ്പോൾ ടെട്ര വെച്ചിട്ട് 0 കൊടുക്കുന്ന ഷേപ്പ് കിട്ടുന്നത്. കണ്ട, ടെട്രയിൽ നമ്മൾ 0 കൊടുത്തിരിക്കുക. അപ്പോൾ ആ ഷേപ്പാണ് നമുക്ക് ക്യൂബിലും കിട്ടുന്നത്. ക്യൂബിലും ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടുന്നത്. ക്യൂബിൽ P1 ആക്കി കൊടുത്തിരിക്കുക. കണ്ട, ഈ ഒരു ഷേപ്പ് തന്നെ കിട്ടുന്നത്. നമുക്ക് ഓരോ ഷേപ്പിനനുസരിച്ച് മാറ്റം വരുത്താൻ പറ്റും. ഈ ഡോഡക്ക് എടുത്ത് വരയ്ക്കുക. ഡോഡക്ക് എടുത്തിട്ട് നമ്മൾ വരയ്ക്കാൻ വരയ്ക്കുക. ഡോഡക്കിലെ ഡീഫോൾട്ട് ആയിട്ട് വരിക ഈ ഒരു ഷേപ്പാണ് വരിക. 10 or 12 ഫേസസ് ഉണ്ടാവും ഡോഡക്കിൽ. കണ്ട, 1 2 3 4 5 6 7 8 9 10 11 12 ഷേപ്പ് ഉണ്ട്. 3 6 7 8 8 4 12 അങ്ങനെയാണ് 12 ഷേപ്പ് ഉള്ളത്. 10 അല്ലെങ്കിൽ 12 ഷേപ്പ് അങ്ങനെയാണ് ഡോഡക്കിൽ ഉണ്ടാവുക. ഡോഡക്കിൽ നമുക്ക് ഡീഫോൾട്ട് ആയിട്ടൊരു ഫുട്ബോൾ ഷേപ്പ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ പിയുടെ വാല്യൂ ജസ്റ്റ് 0.35 അല്ലെങ്കിൽ 0.36 ആ റേഞ്ച് അടിച്ചു കൊടുത്താൽ ഫുട്ബോൾ കണ്ട ഫുട്ബോൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ആ ഒരു ഷേപ്പ് കിട്ടും. അത് ഡീഫോൾട്ട് വാല്യൂ ആണ്. ഇനി അതിൽ തന്നെ നമുക്ക് പി വാല്യൂ ക്യൂ വാല്യൂ മാറ്റി വരുത്തിയാൽ അതിനനുസരിച്ച് ഷേപ്പ് മാറുന്നത് കാണാം. ഡീഫോൾട്ട് ആയിട്ടുള്ള ഷേപ്പ് നമുക്ക് ഏത് ഷേപ്പാണ് ക്രിയേറ്റ് ആണെന്ന് നമുക്ക് പ്രീ ഡിഫൈൻ ചെയ്യാൻ പറ്റില്ല. അതാണ് പി വാല്യൂ ക്യൂ വാല്യൂ വെച്ചിട്ട് നമ്മൾ മാറ്റം വരുത്തുക. ഏത് ഷേപ്പാണോ വേണ്ടത് അത് ക്രിയേറ്റ് ചെയ്യുക. പിന്നെ 2 ഓപ്ഷൻ കൂടി ഉണ്ട്, *1 *2. *1 ഡീഫോൾട്ട് ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. *2 ഡീഫോൾട്ട് ഷേപ്പ് ഇങ്ങനെ ആയിരിക്കും. *1 തന്നെ നമുക്കിപ്പോൾ പി വാല്യൂ മാറ്റണമെങ്കിൽ പി വാല്യൂ മാറ്റാം, ക്യൂ വാല്യൂ മാറ്റണമെങ്കിൽ ക്യൂ വാല്യൂ മാറ്റാം. ഈ പിയും ക്യൂ അല്ലാണ്ട് നമുക്കിപ്പോൾ ആക്സിസ് വെച്ചിട്ടും നമുക്ക് മാറ്റാൻ പറ്റും. ഇപ്പം ഞാൻ പി ആക്സിസ് മാറ്റാണ്. കണ്ടോ, പിയുടെ ആക്സിസ് മാറ്റുമ്പോൾ പി വാല്യൂ ആക്സിസ് വെച്ച് മാറ്റുമ്പോൾ അതിനുള്ള അനുസരിച്ച് ഷേപ്പ് മാറും. അതിൽ പിയും ക്യൂവും ആറും ഡീഫോൾട്ട് ആയിട്ട് 100 ആയിരിക്കും ഉണ്ടാവുക. ഞാൻ ക്യൂ മാറ്റാണ് വിചാരിക്കുക. ക്യൂടെ 100 മാറ്റിയിട്ട് കണ്ടോ, ക്യൂ മാറ്റുന്നതനുസരിച്ച് ക്യൂവിൻ്റെ ആക്സിസ് ഉള്ള വാല്യൂസ് മാറ്റം വരുന്നത് കാണാം. അതേപോലെ നമുക്ക് 6 മാറ്റാൻ പറ്റും.
കണ്ടോ 6 മാറ്റുമ്പോൾ 6-നനുസരിച്ച് മാറും. ഇത് നമുക്ക് റീസെറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഇവിടെ പോയിട്ട് റൈറ്റ് ക്ലിക്ക് അടിച്ചു കൊടുക്കുക, 0 കിട്ടും. നമുക്ക് റീസെറ്റ് പറഞ്ഞാൽ 100 ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്ത് കൊടുത്ത 0യിലേക്കാണ് പോവുക. 0 0. ഞാൻ റീസെറ്റ് അടിച്ചു വരിക. ഇപ്പൊ കണ്ട അല്ലാതെ 100ലേക്ക് പോകും. നമുക്ക് ഇതിന്റെ റേഡിയസ് മാറ്റി കുറച്ചുകൂടി ഹയർ റേഡിയസ് വേണമെങ്കിൽ ജസ്റ്റ് റേഡിയസ് കൂട്ടി കൊടുക്കുക. ഇത്രയാണ് നമുക്ക് ഹെഡ്ര ഷേപ്പിൽ പഠിക്കാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്.